നമസ്കാരം. ഞാൻ സ്വിറ്റ്സർലൻഡിൽ എത്തിയിരിക്കുന്നു. ഞാനും എൻ്റെ വൈഫും. ബേൺ മലയാളി അസോസിയേഷൻ്റെ ഓണത്തിൻ്റെ ഗസ്റ്റാണ് മിസ്റ്റർ ഡോണി പെരുമ്പാവൂർ സ്വദേശിയാണ്. ഡോണി 23 വർഷമായി സ്വിറ്റ്സർലൻഡിൽ ബേൺ മലയാളി സമാജത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ ഇങ്ങനെ കറങ്ങുകയാണ്. ഇന്ന് ആദ്യത്തെ ബേണിൻ്റെ ഓൾഡ് സിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. ഓക്കെ, ദിസ് ഇസ് ബേൺ ഓൾഡ് സിറ്റി. സത്യത്തിൽ ഫോർട്ട് കൊച്ചിയൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ നിലനിർത്തണം. നമ്മൾ പഴയ ബിൽഡിങ്ങുകളും പഴയ പള്ളികളും എല്ലാം പൊളിച്ച് കളയുകയാണ്. എന്നിട്ട് അമ്പാര ചുംബികളായ ഫ്ലാറ്റുകളാണ് നമ്മൾ പണിയണം. പക്ഷേ സ്വിറ്റ്സർലൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ഡിസിപ്ലിൻഡ്, വളരെ ഡിസിപ്ലിൻഡ് ഇതാണ്. ഞാൻ ആദ്യം തന്നെ ഇവിടുത്തെ ഒരു കാണ കാണിച്ചു തരാം. ഇതണ്ട, ഇതൊരു കാണയാണ്, തോടാൻ. അതെന്ത് വൃത്തിയിലാണ് ആ വെള്ളം ഒഴുകണം നോക്കി. അതിൻ്റെ ഫിൽറ്റർ ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ നെറ്റ് വെച്ചേക്കും. ഓക്കെ, കമോൺ. ഇത് സിറ്റ് ബ്ലോക്ക് എന്നല്ലേ? സിറ്റ് ക്ലോക്ക്. 800 വർഷം പഴക്കമുണ്ട്. അതെ, 800 വർഷം പഴക്കമുള്ള ഒരു ക്ലോക്കാണത്. നമ്മുടെ എൻസ്റ്റീൻ്റെ ഹൗസ് എവിടെയാണ്? അത് കഴിഞ്ഞ വന്നെയാണ്. അതെ, ലോകപ്രശസ്തനായ സയന്റിസ്റ്റ് എൻസ്റ്റീൻ്റെ വീട് ഇവിടെയാണ്. ഇതെല്ലാം പഴയ ബിൽഡിങ്ങുകൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയേക്കുണ്ട്. സ്വിറ്റ്സർലൻഡിൽ വലിയ അമ്പാര ചുംബികളായ ബിൽഡിംഗ് അല്ല കൂടുതലും ഉള്ളതെല്ലാം പഴയ വീട്. പക്ഷെ നല്ല തൂത്ത് തുടച്ച് മിനുക്കി പെയിന്റ് അടിച്ച് സൂക്ഷിച്ചു വെച്ചേക്കുണ്ട്. ഇതാണ് എൻസ്റ്റീൻ ഹൗസ്. നമ്മുടെ എൻസ്റ്റീൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടി ബസ്സും വരും, കാറും വരും. പക്ഷെ ഒരു ഹോണടി ഒന്നുമില്ല. എൻസ്റ്റീൻ ഹൗസ്. It's a Bern old city. ഇതിൻ്റെ ഇടയിൽ കൂടി ബസ് വന്നുണ്ട്, കാറ് വന്നുണ്ട്. ആരും ഹോണടിയില്ല, ബഹളമില്ല, ഒന്നുമില്ല. നടുക്കൂടി പോയ കുഴപ്പമില്ല. അതിലെ വലിയ എല്ലാവരും വളരെ ലോ ഒബീഡിയൻ്റ് ആണ്. ഇവിടെ എങ്ങും ഒരു പോലീസോ ഒന്നുമില്ല. ഞാൻ വന്നിട്ട് ഇന്ന് 3-ാം ദിവസമാണ്. എവിടെയും റോട്ടിൽ പോലീസോ എല്ലാവരും നിയമം അനുസരിച്ച് വൃത്തിയും വെടിപ്പോടുകൂടിയും ഡിസിപ്ലിനോടും ടൈമിംഗ് ഒക്കെ. സ്വിറ്റ്സർലൻഡിന്റെ പ്രത്യേകത അതാണ്. നമ്മളിനി ഈ ക്ലോക്ക് 12 മണിക്ക് അടിക്കും. എത്ര മിനിറ്റ് ഉണ്ട് ഇനി? 12-ന് 4 മിനിറ്റ്. അതുകൊണ്ട് ഞാൻ ഈ ലൈവ് 4 മിനിറ്റും കൂടി തുടരും. നിരവധി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ടൂറിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ക്ലോക്കിന്റെ മുമ്പിൽ നമുക്ക് സ്ഥലം കിട്ടാണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇത്തിരി മുന്നോട്ട് പോവുകയാണ്. ഹായ് മലയാളീസ്. എവിടെ കണ്ടിട്ടുണ്ടല്ലോ. പേരെന്താ? പേര് ഭർത്താവിന്റെ പേരാ? ആ പച്ചക്ക് പറയുന്ന ആളുടെ കെട്ടിയോളാണ്. ഓക്കെ. ഓ, 1191. ഓക്കെ, അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവിടെ ആണെങ്കിൽ പാർട്ടിക്കാർ ഇത് കല്ലെറിഞ്ഞ് പൊട്ടിച്ചേനെ. കണ്ടു വായിച്ചു. ഇവിടുത്തെ തോടും കാണയെല്ലാം വളരെ ഫിൽറ്റേഡ്. നമുക്ക് പോവാം, ഇനി ചെല്ലാം. അങ്ങോട്ട് എന്താ ബാഗിൽ നിന്ന് എന്താ എടുക്കണേ? ഒന്നാ വെള്ളം. മിടുക്കൻ സാം മോഹൻ. കണ്ട് സാം മോഹന്റെ അപ്പന്റെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. സാം മോഹന് ജന്മം നൽകിയ ആളുടെ പേര് നാറിന്നിട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് നാറിയാണ്? പരനാറിയാണെന്നറിയില്ല. ഓക്കെ, അത് വരും അല്ലേ? കുക്കു.
അപ്പൊ നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ട് നിന്നാൽ മതി. തൊട്ട് മുമ്പിലേക്ക് കയറിയിരുന്നോ? ഇത് മതി, ഇതാകുമ്പോ എനിക്ക് കറക്റ്റ്. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 12-ന്. ആ സമയം കറക്റ്റാ. ആ അല്ല, ഇനി അടിക്കോ വീണ്ടും? അല്ല, അതായില്ല, സമയമായില്ല. ആ ഓക്കെ ഓക്കെ. തുടങ്ങൂപ്പ കണ്ട് സമയമായില്ല, 1 മിനിറ്റോടെ ഉണ്ട്. ആ ബേണ്ട സിക്ലോക്കിൻ്റെ സ്ഥലത്താണ് വന്നേക്കണത്. ഓൾഡ് സിറ്റിയാണ്. പഴയ ബിൽഡിംഗ് എല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ ഇപ്പോൾ പലതും കേഫ്റ്റീരിയൊക്കെ ഇതിങ്ങനെ തുറന്ന് കയറണാണല്ലേ. തുറക്കാൻ പറ്റുമോ നമുക്ക്? നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അവർ ഓ ഇതിങ്ങനെ കടകളുണ്ട് അല്ലേ ഇതിൻ്റെ അകത്ത്. ഇങ്ങനെയാണ് ഇത് അടച്ചു വെക്കണത് കട, ഷോപ്പിൻ്റെ ക്ലോസ്. പക്ഷേ എല്ലാം ഇതണ്ട, ഇതൊരു മുടിവെട്ട് കടയാണ്. മുടി വരുന്ന സ്ഥലമാണ്. ഓക്കെ. I am in Switzerland. Another 15 days I will be here. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? അല്ല ഇതിൽ പറയാം. ആ 1 മിനിറ്റ് ഉണ്ട്. ഞാൻ മുകളിലത്തെ സാധനം ഉണ്ടാക്കാൻ കറങ്ങൂ, അത് അടിക്കണേ, അതൊക്കെ അടിച്ചു തുടങ്ങും. അപ്പൊ സൂം ചെയ്യാനൊക്കെ പറ്റുമോ? അതിനുവേണ്ടി തന്നെ ആൾക്കാർ നിൽക്കണം. ആ തുടങ്ങാൻ പോണുള്ളൂ, തുടങ്ങിയിട്ടില്ല. ഇതൊരു കാണേണ്ട സംഭവമാണ്. കണ്ട് കറങ്ങണ സാധനം പറഞ്ഞില്ലേടി? അല്ലെന്ന് അതല്ലാണ്ട് വേറെ ഉണ്ടല്ലോ, മുകളിൽ പറഞ്ഞില്ലേ? ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറ. So this is Switzerland, Bern, and this is Bern Old City. താങ്ക് യു. കൂടുതൽ വിവരങ്ങൾ അടുത്ത കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. താങ്ക് യു. സേ ബൈ ടു എവരിവൺ, ഓൾ മലയാളീസ്.